ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാന് നേരെ നടത്തുന്ന ആക്രമണം ഉടനൊന്നും അവസാനിക്കുന്ന ലക്ഷണമില്ലെന്നാണ് കരുതിയത്. എന്നാൽ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്നുള്ള സുപ്രധാനമായ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നു. അതായത് ഒരു കൃത്യമായ ബദൽ നിർദ്ദേശം, ഒരു കരാർ അമേരിക്ക ഒപ്പുവെക്കുകയാണെങ്കിൽ ഇറാൻ ആണവായുധ നിർമ്മാണ പദ്ധതിയിൽ നിന്ന് പിന്മാറാം. അതോടുകൂടി യുദ്ധം അവസാനിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇസ്രായേൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഇനി 4 ദിവസം കൂടി യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളെ ഇറാന്റെ ഭാഗത്ത് ശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം ഇറാൻ നടത്തുന്ന ആക്രമണം ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമായിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ, ക്ലസ്റ്റർ ബോംബുകൾ എന്നിവയൊക്കെ തന്നെ എടുത്തുപയോഗിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഇത് അമേരിക്കയും വളരെ കൃത്യമായിട്ട് മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ഒരു ആണവ മിസൈൽ പരീക്ഷിച്ചു. അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉപയോഗിച്ച് ഇവർ ആണവ ആയുധങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈലിൽ ഒരു പക്ഷേ ആണവ പോർമുന ഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു ആക്രമണത്തിലേക്ക് വരുമോ എന്നുള്ളത് സംശയമാണ്. മാത്രമല്ല ഇന്ത്യ കൂടി യുദ്ധത്തിലേക്ക് പതിയെ കാലെടുത്ത് വെക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരം വരുന്നു. അതിൻ്റെ കാരണം ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ 150 കപ്പലുകളാണ് ഇറാൻ തടഞ്ഞു വച്ചിരിക്കുന്നത്. അതിൽ 27 ഇന്ത്യയുടേതാണ്. ബാക്കിയുള്ള ചൈനീസ് കപ്പലുകളെ മാത്രമേ ആ ഭാഗം കടന്നു പോകാൻ ഇപ്പോൾ ഇറാൻ അനുവദിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രധാന സംഭവം അറിയാം. അതായത് ഇറാൻ നേവിയുടെ ഒരു കപ്പലാണ് ഒരു ടോർപിഡോ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ അന്തർവാഹിനി തകർത്തിരിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതാദ്യമായിട്ട് അമേരിക്ക അന്തർവാഹിനി ഉപയോഗിച്ച് ഒരു ഷിപ്പ് തകർത്തിരിക്കുകയാണ്. എന്ന് മാത്രവുമല്ല ഗുരുതരമായ ഒരു യുദ്ധക്കുറ്റവും ചെയ്തിരിക്കുന്നു. ആ കപ്പലിൽ അപകടത്തിൽപ്പെട്ട ആളുകളെ ഒന്നും തന്നെ അമേരിക്ക രക്ഷിച്ചില്ല. ഇന്ത്യയുടെ ഈ സമുദ്രാതിർത്തി കടന്ന് ശ്രീലങ്കയുടെ തെക്കൻ ഭാഗത്തേക്ക് ചെന്നതിന് ശേഷമാണ് ആക്രമണം നടന്നത് എന്നതുകൊണ്ട് തന്നെ ഇന്ത്യയെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ അമേരിക്ക ശ്രമിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇപ്പോൾ പറയുന്നത് എന്താ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായി, ഇന്ത്യ ഒന്നും അറിഞ്ഞില്ല, ഇന്ത്യ ഇറാൻ്റെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ തരത്തിൽ ഇന്ത്യ അമേരിക്കയുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ തരത്തിൽ വലിയ നരേറ്റീവുകൾ സൃഷ്ടിക്കപ്പെടുന്നു. സത്യത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അങ്ങനെ ഇന്ത്യക്ക് മാത്രമാണോ റോള്? അത് പലർക്കും അറിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ 3 ഭൂഖണ്ഡങ്ങളിലായിട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം കിടക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. 35 രാജ്യങ്ങൾ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ അതിർത്തി പങ്കിടുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നുണ്ട്. നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 7 രാജ്യങ്ങളുടെ യുദ്ധക്കപ്പലുകൾ, അന്തർവാഹിനികൾ, നിരീക്ഷണ കപ്പലുകളൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 7 രാജ്യങ്ങൾ പറയുമ്പോൾ ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, അമേരിക്കയുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജപ്പാനുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, എന്തിന് പാകിസ്ഥാൻ പോലുമുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ തുല്യ അവകാശം അവിടെയുണ്ട്, അല്ലാതെ ഇന്ത്യക്ക് മാത്രമല്ല. അപ്പോൾ തെറ്റിദ്ധാരണാജനകമായ ചില വാർത്തകൾ എവിടെ നിന്നൊക്കെയോ പ്രചരിക്കുന്നു, എവിടെ നിന്നൊക്കെയോ പ്രചരിപ്പിക്കുന്നു എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഇറാൻ നേവിയുടെ ഈ കപ്പൽ ആക്രമിച്ച് അത് നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീലങ്കൻ നേവിയാണ് രക്ഷിക്കാനായിട്ട് വന്നത്. ഒരു പക്ഷേ ഈ അമേരിക്ക തന്നെ അറിയിച്ചതായിരിക്കാം ശ്രീലങ്കൻ നേവി ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ ബാക്കി നടപടിയൊക്കെ ചെയ്തു കൊള്ളണമെന്ന്. ഇവിടെ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട്, ഇന്ത്യയെ ഉദ്ദേശിച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നതാണ് നമ്മൾ സംശയം ഉളവാക്കുന്ന ഒരു കാര്യം. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാൻ്റെ ഭൂമിക്കടിയിൽ ധാരാളം ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് ഇറാൻ്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനേയി സന്ദർശിക്കുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഇറാൻ മീഡിയ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഒരു വലിയ ഗുഹയ്ക്കകത്തുള്ളിൽ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ധാരാളം സൂക്ഷിച്ചിരിക്കുന്നു. അവിടെ ഇറാൻ്റെ പതാക സൂക്ഷിച്ചിരിക്കുന്നു. ഒപ്പം ഈ അയത്തുള്ള അലി ഖമനേയി അവയൊക്കെ സന്ദർശിച്ചിരിക്കുന്നു. അപ്പം ആരും അറിയാതെ എവിടെയൊക്കെയോ വലിയ മിസൈൽ ശേഖരം ഇറാൻ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. ഈ മിസൈൽ ശേഖരത്തിൽ ഒരു ആണവ പോർമുന കൂടി ഘടിപ്പിച്ച് ഒരു ആക്രമണം നടത്തിയാൽ അത് ലോക രാജ്യങ്ങളിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കും. മാത്രമല്ല ഒരു 3ാം ലോക മഹായുദ്ധത്തിന് പോലും സാധ്യതയുണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ നമുക്കറിയാം ഒമാൻ്റെ, ഖത്തറിൻ്റെ ഒക്കെ തന്നെ പോർട്ടുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന എണ്ണക്കപ്പലുകളെ തകർക്കാനുള്ള നീക്കം നടത്തി.
അതുകൊണ്ട് തന്നെ ഇനി സ്വാഭാവികമായിട്ടും അമേരിക്ക ഇന്ത്യൻ നേവിയുടെ താവളങ്ങളെ ആശ്രയിക്കും. എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇനി ആക്രമണം നടത്താൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നായിരിക്കും എന്ന് പറയുന്നു. സത്യത്തിൽ അതിൽ നിന്നൊന്നും വാസ്തവമൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാലോ, ചൈനയ്ക്ക് സമുദ്രമേഖലയിൽ വലിയ ആധിപത്യം സ്ഥാപിക്കണം. ചൈനീസ് നേവി എന്ന് പറയുന്നത് സമുദ്രമേഖലയിൽ വലിയ ഒരു ആധിപത്യം സ്ഥാപിച്ച ശക്തിയാണ്. പക്ഷേ അതുകൊണ്ടാണ് അമേരിക്ക എല്ലായ്പ്പോഴും ഇന്ത്യയെ കൂട്ടുപിടിക്കുന്നത്. ഇൻഡോ പസഫിക് മേഖലയിൽ ഇന്ത്യക്ക് നിർണായകമായ റോളുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഇന്ത്യയെ ചേർത്ത് പിടിക്കും. എന്തൊരു ക്വാഡ് എന്ന് പറയുന്ന ഒരു സഖ്യം പോലും അമേരിക്ക രൂപീകരിക്കുമ്പോൾ ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയുമാണ് അതിലുള്ളത്. അവരുടെ പ്രധാന ലക്ഷ്യം എന്താ? ചൈനയുടെ അനാവശ്യമായ സമുദ്രത്തിലെ ഇടപെടലുകൾ അവസാനിപ്പിക്കണം. ഇപ്പം ക്വാഡ് അത്ര സജീവമൊന്നും അല്ലെങ്കിലും ഈ ക്വാഡ് സഖ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ജപ്പാന് നേരെയോ ഓസ്ട്രേലിയക്ക് നേരെയോ ഒരു നീക്കം ഈ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അമേരിക്ക ഏറി ഇടപെടും. നമുക്കറിയാമല്ലോ, നമ്മൾ പലപ്പോഴും മിസൈൽ പരീക്ഷണമോ അല്ലെങ്കിൽ കപ്പലിൽ ചില പര്യവേഷണങ്ങളോ ഒക്കെ നടത്താൻ ശ്രമിച്ചാൽ ഉടൻ തന്നെ ചൈനയുടെ ചാരക്കപ്പലുകൾ ഈ ഭാഗത്ത് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് അവർ പറയും, ഞങ്ങളിവിടെ ഗവേഷണം നടത്തുകയാണ്, ഞങ്ങളിവിടെ മത്സ്യബന്ധനത്തിന് വന്നതാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വന്നതാണെന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെ ചാരക്കപ്പലുകളാണ്. അത്തരത്തിൽ ചൈനയ്ക്ക് നിർണായകമായ സ്വാധീനമുള്ള കടൽ മേഖലയിൽ അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരുപക്ഷെ അമേരിക്കയും ഇന്ത്യയുമാണെന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ചെങ്കടലിൽ, അതുപോലെ തന്നെ ഈ അറേബ്യൻ സീയിലൊക്കെ തന്നെ ഏറ്റവും അധികം നാവികസേന കപ്പലുകൾ ഉള്ളത് അമേരിക്കയ്ക്കാണ്. അത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പോൾ സ്വാധീനം ഇന്ത്യക്കാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യൻ നേവിയുടെ ശക്തി എത്രയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു അന്തിമ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് ഇന്ത്യക്കും ദോഷകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടന്ന ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യൻ നേവി മാത്രമാണ് പരീക്ഷിക്കപ്പെടാതിരുന്നത്. ഒരുപക്ഷെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവില്ലാത്തതുകൊണ്ട് മാത്രം ഇന്ത്യൻ നേവിയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തിയില്ല. ഇവിടെ ഇറാൻ വീണ്ടും ഒരു ആക്രമണത്തിന് മുതിരുകയും അമേരിക്ക ആണവായുധം പരീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് അത്ര ഗുണകരമല്ല. മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള വിമാന സർവീസുകൾ വീണ്ടും നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീണ്ടും യുദ്ധത്തിൻ്റെ നിഴൽ അവിടെയൊക്കെ ബാധിച്ചിരിക്കുന്നു. വലിയ ആശങ്കയുണ്ടാകുന്നു. ഇസ്രായേൽ പറയുന്നതനുസരിച്ച് ഇനി 4 ദിവസത്തേക്കുള്ള ആയുധശേഖരമേ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ ഒരു ദിവസം 2500 ഡ്രോണുകൾ വീതം ഇറാൻ വിക്ഷേപിക്കുന്നുണ്ട്. കൂടാതെ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന് മേൽ ആക്രമിച്ചിട്ടുണ്ട്. ക്ലസ്റ്റർ ബോംബ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഏതാണ്ട് 80ഓളം ബോംബുകൾ പല ഭാഗങ്ങളായി ചിതറിക്കുന്ന തരത്തിലുള്ള ആക്രമണം. ക്ലസ്റ്റർ ബോംബൊന്നും ഉണ്ടാക്കാൻ ഇറാന് തൽക്കാലം സാങ്കേതിക സൗകര്യങ്ങളില്ല. എന്ന് പറഞ്ഞാൽ പിന്നിൽ റഷ്യയുടെയോ ചൈനയുടെയോ അദൃശ്യ കരങ്ങൾ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഒരു ആണവ ആക്രമണത്തിന് ഇറാൻ മുതിരാൻ പോകുന്നു എന്നുള്ള വ്യക്തമായ ചില സൂചനകൾ പുറത്തേക്ക് വരുന്നു. അതിനുള്ള മറുപടി എന്ന നിലയിലാണ് അമേരിക്ക ഇപ്പോൾ ആണവായുധം പരീക്ഷിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് ആക്രമിക്കാനുള്ള യാതൊരു സൗകര്യവും ഉണ്ടാകുന്നില്ല. ഈ യുദ്ധത്തിലേക്ക് പതുക്കെ ഇന്ത്യയും കാലെടുത്ത് വെക്കുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആദ്യമായിട്ട് അന്തർവാഹിനി ഉപയോഗിച്ച് അമേരിക്ക ഒരു രാജ്യത്തിൻ്റെ കപ്പലിനെ തകർക്കണമെങ്കിൽ ആ യുദ്ധത്തിന് ഒരുപാട് ഗൗരവതരമായ മാനങ്ങളുണ്ട്. ഇറാൻ അത്ര ചെറിയ രാജ്യമല്ല. ഈ കാര്യം കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇറാൻ്റെ പ്രത്യാക്രമണം വളരെ കടുത്തതായിരിക്കും. ഡ്രോണോ മിസൈലോ ഒന്നും ഉപയോഗിക്കുന്ന സാധാരണ ആക്രമണമായിരിക്കില്ല. കടുത്ത ആക്രമണം, അതൊരു ആണവ ആക്രമണമായി മാറുമോ എന്നുള്ള സംശയം ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ എത്ര ഭാഗം ഇപ്പോൾ ഇറാൻ്റെ കയ്യിലുണ്ട്, അത് വെച്ച് എത്ര ആയുധങ്ങൾ നിർമ്മിച്ചു എന്നത് സംബന്ധിച്ച് വ്യക്തമായ യാതൊരു വിവരവും ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് പോലുമില്ല. അതുകൊണ്ട് ഇറാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാൻ പോവുകയാണ്. എണ്ണ ടാങ്കറുകളെ തകർത്തുകൊണ്ട് ഇറാൻ്റെ ആക്രമണം ഇപ്പോഴും നടക്കുന്നു. അപ്പോൾ 2ാം നിര നേതൃനിര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നിട്ടും ഇറാൻ ശക്തമായി ആക്രമിക്കണമെങ്കിൽ റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഒരു പരോക്ഷ സഹായം കൂടി ഉണ്ടാകുന്നു. നമ്മുടെ 27 കപ്പലുകളെ എന്തായാലും ഹോർമുസ് കടലിടുക്കിൽ തടഞ്ഞു വെച്ചു എന്നുള്ളത് നമുക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ കൂടെ ഒരുപക്ഷെ ഇന്ത്യയും കൂടെ കളത്തിലേക്ക് ഇറങ്ങുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.